എന്താണ് പോംവഴി? എന്ത് കാരണം കൊണ്ടായാലും സ്ത്രീകൾ തെരുവിലേക്ക് എത്തുന്നു. പക്ഷേ തെരുവ് ഒരു സ്വാതന്ത്ര്യമാണ് എന്നൊരു പ്രത്യയശാസ്ത്രം നമ്മുടെ ഇടയിൽ വരുന്നു. ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉപോൽപ്പന്നമാണ് ലൈംഗിക തൊഴിൽ ഒരു അവകാശമാണ് എന്നത്. വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരിക്കുമ്പോൾ ലൈംഗിക തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ പോയപ്പോഴുണ്ടായ അനുഭവത്തെപ്പറ്റി സുഗതകുമാരി ടീച്ചർ പറയുന്നു. അവളുടെ അമ്മ രാത്രിയാകുമ്പോൾ ഇതുപോലെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഈ മകൾ ഒരിത്തിരി ഒരു 8-9 വയസ്സ് 10 വയസ്സായപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തു, ഈ ചവറ് കൊണ്ടുവന്ന ഈ കൈവണ്ടി ഉണ്ടല്ലോ, ഉരുട്ടി കൊണ്ടുവന്ന ആ കൈവണ്ടിയിൽ കിടത്തിയിട്ട് ചവറ് വാരി അവളെ മൂടും. ഒരു പ്ലാസ്റ്റിക് തുണി ദേഹത്തിട്ടിട്ട് അതിൻ്റെ പുറത്ത് ചവറ് ഒളിപ്പിച്ച് വെക്കും. ഒളിപ്പിച്ച് വെച്ചിട്ടാണ് അമ്മയുടെ രാത്രി ജോലിക്ക് ഇറങ്ങുക. അപ്പോൾ കുട്ടി ആരും ഉപദ്രവിക്കില്ലല്ലോ എന്നാണ് വിചാരിച്ചത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആളുകൾ കണ്ടെത്തി, ഈ ചവറിൻ്റെ ഇടയിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് കണ്ടെത്തി. ഒരു ദൂരെ ഏതോ ഒരു തോട്ടിൻ്റെ കരയിൽ അവശയായി അവളെ ഉപേക്ഷിച്ചിട്ട് അവർ പോയി. അവളിപ്പോൾ 7ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പഠിക്കുകയാണ്. വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന കാലത്ത് ലൈംഗിക തൊഴിലാളികളായ തെരുവ് സ്ത്രീകളെ പുനരധിവസിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചപ്പോഴുണ്ടായ അനുഭവത്തെ ഇപ്പോഴും സങ്കടത്തോടു കൂടിയാണ് സുഗതകുമാരി ടീച്ചർ ഓർക്കുന്നത്. YWCAക്കാരുടെ അടുക്കൽ പോയി അപേക്ഷിച്ച് അവർ ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്ത് തരാനുള്ള വാടക അവർ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ആഹാരം വേണ്ടേ? ചാലയിൽ പോയി 3-4 കടക്കാരോട് പറഞ്ഞിട്ട് അവർക്ക് അരി, തുമര, അങ്ങനത്തെ സാധനങ്ങൾ, പഞ്ചസാര, തേയില എല്ലാം അവർ കൊടുക്കാമെന്ന് പറഞ്ഞു. എല്ലാം ശരിയാക്കി ഇനോഗ്രേഷൻ്റെ ദിവസം തലേ ദിവസം ഒപ്പിടാൻ പിറ്റേ ദിവസം പോകുന്നതിൻ്റെ ഒപ്പിടാൻ വരാമെന്ന് പറഞ്ഞാൽ ആരും വന്നില്ല. അവർ തിരഞ്ഞെടുത്ത ജീവിതമാർഗം അത് വേണ്ട, അത് ശരിയല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? നിങ്ങളുടെ കവിത വിൽക്കുന്നു. അവർക്ക് അവരുടെ ശരീരം വിൽക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങളാരെ ചോദ്യം ചെയ്യാൻ? എല്ലാം ചെയ്തിട്ട് ഒടുവില്ലാത്ത തകർത്ത് കയ്യിൽ തന്നു. പുനരധിവാസത്തിന് കൊണ്ടുപോകുമ്പോൾ നടക്കാൻ വയ്യാത്ത സ്ത്രീനെ കൊണ്ടുപോവില്ല. മദ്യം ഉപയോഗിച്ചതുകൊണ്ടാണ് ആരോഗ്യ പ്രശ്നം വന്നെങ്കിൽ കൊണ്ടുപോവില്ല. ബീഡി വലിക്കുന്ന സ്ത്രീനെ കൊണ്ടുപോവില്ല. അപ്പോൾ ആർക്കാ പുനരധിവാസം? അപ്പോൾ ഈ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു മനുഷ്യനെ ഒന്ന് കൊണ്ടുപോയിട്ടൊരു കൂട്ടിലടയ്ക്കാൻ പാടില്ല. ഇതിനെ പറ്റിയിട്ട് മേലിരിക്കുന്ന ഒരാൾ തീരുമാനിക്കും, താഴെയുള്ളവരെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പട്ടികളെ കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ കൊടുത്ത് കൊല്ലുന്ന രീതി. പക്ഷേ ഈ തൊഴിലിലെ തിരഞ്ഞെടുപ്പ് എന്താണ്? ഈ തൊഴിലിലെ സ്വാതന്ത്ര്യം എന്താണ്? ടീച്ചർ പറയുന്നു, തെരുവ് സ്വാതന്ത്ര്യമാണെന്നും ലൈംഗിക തൊഴിൽ അവകാശമാണെന്നുമുള്ള വാദങ്ങൾ ടീച്ചർക്ക് മനസ്സിലാകില്ല. കാരണം തെരുവിൽ ശരീരം വിൽക്കുന്നവരുടെ ദുരിതങ്ങൾ അവർ പറഞ്ഞു തന്നെ ടീച്ചർക്കറിയാം. പിന്നീട് ഈ ഉപയോഗിക്കുന്നവർ ദയവോടെയാണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരമുണ്ടോ? അവരാ ചെലവാക്കുന്ന പണത്തിൻ്റെ അവസാനത്തെ തുള്ളി അവർക്കത് മുതലാക്കണം. അതുകൊണ്ട് ഒരു സ്ത്രീയെ ഏതൊക്കെ വിധത്തിൽ കശക്കി പിഴിഞ്ഞ് രക്തം ഊറ്റിയെടുക്കാമെന്നുള്ള രീതിയിലാണ് സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുന്നതും അടിവയറ്റിൽ ചവിട്ടുന്നതും തുപ്പുന്നതും കാണിക്കുന്ന എല്ലാ വൃത്തികേടുകളും ഒക്കെ സഹിച്ചോളണം. കാരണം ഞാൻ കാശ് തരുന്നുണ്ട്, രൂപ തരുന്നുണ്ട്, നീ സഹിച്ചോളൂ എന്ന് പറയും. അപ്പോൾ ഇങ്ങനൊരു തൊഴിൽ വേണോ സ്ത്രീക്ക്? 37 വർഷം ലൈംഗിക തൊഴിൽ ചെയ്തിട്ട് ഒരു സിഗരറ്റിൻ്റെ അടയാളം പോലും ദേഹത്തില്ലാത്ത ഞാൻ ഒരു ദിവസം വരുമ്പോൾ എല്ലാ അടയാളങ്ങളും ദേഹത്ത് കിട്ടുന്നൊരു സ്ത്രീ. അതാണ് ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചതും. അപ്പോൾ ആ സ്ത്രീക്കും ഈ സ്ത്രീക്കും ഒരേ അനുഭവമാണെന്ന് മാഡത്തിനെ പോലെ ഒരാൾക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാ സെക്സ് വർക്കറും ഒരു ആക്സിഡൻറ്റിൽ കൂടിയാണ് സെക്സ് വർക്കർ ആവുന്നത്. ഇവിടെ നിന്നിട്ട് ഒരു 3 വർഷം യുദ്ധം ചെയ്താൽ കൃത്യമായിട്ട് ജയിക്കുന്ന ഒരാളുണ്ട്. ഒരു പോലീസ് ഓഫീസറേക്കാളും അധികാര സ്വരത്തിൽ പറയാൻ പറ്റുന്ന സ്ത്രീകളുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാതെ ജീവിക്കാൻ അറിയാതെ പകച്ചു പോകുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 വിഭാഗത്തിനെ തരം തിരിച്ചുകൊണ്ടില്ലാതെ ഒരു പുനരധിവാസം കസക്കി പിഴിഞ്ഞെടുക്കുന്നൊക്കെ പറയുമ്പോൾ എല്ലാ പുരുഷന്മാരും ഒന്നാണെന്ന് തോന്നുകയാണ്. ഇവിടെയാണ് നമ്മളെ കാഴ്ചപ്പാടിൻ്റെ മാറ്റം. എല്ലാ പോലീസും ഒന്നല്ല, എല്ലാ പുരുഷനും ഒന്നല്ല, എല്ലാ സ്ത്രീയും ഒന്നല്ല, എല്ലാ സ്ത്രീകളുടെയും അനുഭവം ഒന്നല്ല. ഇത്തരം വകഭേദങ്ങളിൽ കൂടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കൂടെയുള്ള സംവിധാനമാണ് ഇതിന് സുരക്ഷയാവുന്നത്. വളരെ പരിമിതമായ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് ഇവർക്ക് നല്ല കാര്യങ്ങൾ ഇന്നതാണ് എന്ന് തീരുമാനിച്ച് ഒരു പദ്ധതിയുമായിട്ട് പോയാൽ മുന്നോട്ട് അത് പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ കുട്ടികളെയാണ്. എൻ്റെ കുട്ടികളെ എന്ന് പറഞ്ഞാൽ ഞാൻ തൃശ്ശൂർ സെക്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കുട്ടികൾ തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് ചെയ്യുന്ന സമയത്ത് അവർ തൃശ്ശൂരായിരുന്നു. ഇങ്ങനെ സത്യം പറഞ്ഞാൽ എൻ്റെ മോളോട് ഞാൻ പറയുമ്പോഴല്ലാതെ അവൾ തിരിച്ചറിയാത്തൊരവസ്ഥയിലാണ് എൻ്റെ കുട്ടിയെ വളർത്തിയത്.
ഒരു കുട്ടിക്ക് അറിയായിരുന്നു, അവൾ തൃശ്ശൂർ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ അവൾ എൻ്റെ കൂടെ ആയിരുന്നില്ല, ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു. അവൾക്ക് അറിയായിരുന്നു അവൾ അമ്മ സെക്സ് വർക്കറാന്ന് പറഞ്ഞപ്പോൾ എന്നോട് മിണ്ടാൻ തയ്യാറല്ല. തെരുവിലേക്ക് എത്തിപ്പെടുമ്പോൾ ലൈംഗിക തൊഴിലല്ലാതെ വേറെ ഏതെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിച്ചുകൂടെ? അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? തുണി അലക്കാൻ, വീട്ടുപണിക്ക് വേണ്ടി, ചെറിയ കടകളിൽ നിൽക്കാൻ വേണ്ടി ജ്വാലാമുഖിയുടെ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങളതിന് വളരെ ശക്തമായിട്ട് അതിൻ്റെ പ്രവർത്തനമുണ്ട്. ഹോട്ടൽ നടത്തിയിട്ട്, ചായ വിൽപ്പന നടത്തിയിട്ട് ചെയ്തിട്ടുണ്ട് അത്. പക്ഷെ കൂടുതൽ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സമൂഹവും പോലീസും അനുവദിക്കില്ല എന്നുള്ളതാണ്. തെരുവിൽ ഈ ജോലിക്ക് പോകണ്ട എന്ന് തീരുമാനിച്ച് പോലും ഒരു സ്ത്രീ പോയി നിന്ന് കഴിഞ്ഞാലും ഈ കോളനിയിലെ പെൺകുട്ടികളോട് പണ്ടുണ്ടായിരുന്ന ഒരു രീതിയിലല്ലോ, കോളനിയിലെ പെൺകുട്ടിയോട് എന്തും പറയാം, തെരുവിലെ സ്ത്രീയോട് എന്തും പറയാം, ആ മനോഭാവം ഇപ്പോഴും ഉണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളായ സ്ത്രീകൾ അവരാണ് ഇപ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത്. ഒരുപക്ഷെ തിരൂരിലുണ്ടായ സംഭവത്തിലെ ഇരയും ഒരു അന്യസംസ്ഥാനക്കാരിയാണ്. എന്താണ് അവരോട് നമ്മൾ എടുക്കുന്ന സമീപനത്തിൻ്റെ കാതൽ? വളരെയേറെ മുൻവിധികളോടുകൂടിയാണ് പൊതുസമൂഹം അവരെ കാണുന്നത്. ഒരു മോഷണ കേസ് നടന്നാൽ നിങ്ങൾ ആദ്യം ലിസ്റ്റ് എടുക്കുന്നതും ആദ്യം ദേഹപരിശോധന നടത്തുന്നതും അന്യസംസ്ഥാന ഇല്ല, അങ്ങനെയല്ല. ഇവിടെ ഇത്തരം കുറേ മനുഷ്യജീവികൾ ഇവിടെ ഉണ്ട് എന്ന് പൊതുസമൂഹം അംഗീകരിക്കാൻ തയ്യാറാകണം. ഇന്ന് സാമൂഹ്യ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, തിരിച്ചവർക്ക് എതിരായിട്ടാണ് വരുന്നത്. ഇപ്പം ഞാൻ പുതിയൊരു സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ സിനിമയുടെ ചർച്ചയ്ക്ക് ഞാനൊഴികെ 10-12 ആണുങ്ങളുണ്ടാവും. രാത്രി മുഴുവൻ ഞങ്ങൾ മദ്യപിക്കുക ചെയ്യുക. ആ മദ്യപാനം നടത്തുന്ന 12 പേരിൽ ഒരാൾ പോലും ഇത് നളിനി ജമീലയാണ്, നളിനി ജമീലയെന്ന് കൈവയ്ക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ ആണുങ്ങളോടുള്ള ഇടപെടലുകളിൽ അവരെ മാറ്റിയെടുക്കാമെന്ന് ഉറപ്പുള്ള സ്ത്രീയാണ് ഞാൻ. അധികാരമുള്ള ഒരു പുരുഷൻ അല്ലെങ്കിൽ അധികാരമുള്ള ആരോ അവിടെ, സ്ത്രീയോ പുരുഷനാവട്ടെ, അവരുടെ സ്വരവും അവരുടെ ഇഷ്ടവും മാത്രമാണ് നടപ്പിലാവുന്നത്. ഫാമിലിയെ ഡെമോക്രാറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ്. ഹെൽമെറ്റ് ഇല്ല എന്ന് പോലീസ് ചെക്ക് ചെയ്യുന്ന പോലെ ഇന്നത്തെ ATM കാർഡ് ആരുടെ കയ്യിലാണ്? പുരുഷൻ്റെ കയ്യിലാണ്, സ്ത്രീകളുടെ കയ്യിലാന്ന് ഒറ്റ സുപ്രഭാതത്തിൽ ചെക്ക് ചെയ്താൽ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന 25,000 രൂപയ്ക്ക് മേലെ ശമ്പളം മേടിക്കുന്ന സ്ത്രീ പോലും സുരക്ഷിതയില്ലാന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയും. വളരെ നന്ദി ശ്രീ ഹേമചന്ദ്രൻ, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഒപ്പം നളിനി ജമീല ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. വീടിനകത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്ന സൗന്ദര്യമില്ലാത്ത തെരുവിന് വീടിനേക്കാൾ അരക്ഷിതമായ ഈ ലോകത്ത് കുറേ സ്ത്രീകൾ തനിച്ചാണ്. സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചകളിൽ നിന്നും പഠനങ്ങളിൽ നിന്നും ഈ സ്ത്രീകൾ പുറത്താണ്. അവരുടെ തൊഴിൽ, അവരുടെ പുനരധിവാസം, അവരുടെ സുരക്ഷിതത്വം എല്ലാം അവരുടെ കൂടി അഭിപ്രായം തേടിക്കൊണ്ടായിരിക്കണം. ഏറ്റവും കുറഞ്ഞത് അവർ മനുഷ്യരാണെന്ന് അംഗീകരിക്കുകയെങ്കിലും വേണം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.